കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ESICക്ക് മുൻപുള്ള കാലം. എനിക്ക് പനി, നല്ല ക്ഷീണം, ജോലിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ല. ഇത് 1940കളിലെ ഇന്ത്യ. വ്യവസായങ്ങൾ വളരുന്നു, പക്ഷേ തൊഴിലാളിയുടെ ജീവിതം സുരക്ഷയില്ലാതെ. വിയർപ്പൊഴുകി ഫാക്ടറി വളർന്നു, പക്ഷേ തൊഴിലാളി ഒറ്റപ്പെട്ടു. രോഗം വന്നാൽ ജീവിതം തകർന്നു, സുരക്ഷ ഒരു സ്വപ്നം മാത്രം. ഫാക്ടറികൾ ഉയർന്നു, മെഷീനുകൾ മുഴങ്ങി, ലാഭം കൂടിയിരുന്നു, പക്ഷേ തൊഴിലാളിയുടെ ജീവിതം അതിപ്പോഴും അനിശ്ചിതത്വത്തിൽ. ഇത് 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പുതിയ ചിന്തകൾ ഉണർന്നു. തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ വേണം. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പാസായി. നിയമം പിറന്നു, സുരക്ഷ ജനിച്ചു, വിയർപ്പിന് വില ലഭിച്ചു. അപ്പോ ജോലി ഇല്ലാതായാലും ഇനി എന്റെ കുടുംബം പട്ടിണി കിടക്കില്ല അല്ലേ? ഇനി തൊഴിലാളികൾ ആരും ഒറ്റയ്ക്കല്ല. 1952 കാൺപൂരിൽ ആദ്യമായി ESIC പദ്ധതി നടപ്പാക്കി. 1952 ഒരു പുതിയ തുടക്കം, 1952 ഒരു പുതിയ സുരക്ഷ, 1952 ഒരു പുതിയ തുടക്കം. ഇത് ആരാണ് നടത്തുക? പണം എവിടെ നിന്നാണ്? ഇത് ഒരു കാരുണ്യ പദ്ധതിയല്ല, ഇതൊരു പങ്കാളിത്ത പദ്ധതി. തൊഴിലാളികൾ ചെറിയ വിഹിതം, തൊഴിലുടമ ചെറിയ വിഹിതം. ESIC നിങ്ങൾക്ക് ഉറപ്പ് നൽകും. ചെറിയ സംഭാവന, വലിയ സംരക്ഷണം, കുറഞ്ഞ രൂപ, ജീവിതകാലം ഉറപ്പ്. വിയർപ്പിന്റെ തുള്ളി 1 രൂപയായി, ആ 1 രൂപ ഒരു കവചമായി, ആ കവചം ഒരു ജീവിതമായി, ESIC ആയി. ഒരു നിയമം മാത്രം പാസ്സായതല്ല, ഒരു സമൂഹം മൊത്തത്തിൽ മാറി. ESIC തൊഴിലാളികളുടെ രക്ഷാകവചം. ഭയങ്കര വയറുവേദന, ഡോക്ടറെ കാണാൻ ആയിരങ്ങൾ വേണമെന്ന് പറയുന്നു. കുട്ടികളുടെ ഫീസ് തന്നെ ബാക്കി. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ആർക്ക് നമ്മളെ സഹായിക്കാൻ? രോഗം വന്നാൽ കടം വളരും. നിൽക്കൂ, നിങ്ങളുടെ സാലറി എത്രയാണ്? 11,000. എന്തായാലും 21,000 താഴെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ESI ഉണ്ടാവില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണം? നിങ്ങൾക്ക് എല്ലാം സൗജന്യമല്ലേ? ഡോക്ടറെ കാണുവാനും അഡ്മിഷൻ വേണ്ടി വന്നാൽ അഡ്മിഷൻ, സർജറി വേണ്ടി വന്നാൽ സർജറി, എല്ലാം സൗജന്യം തന്നെ. അത് മാത്രമല്ല, മരുന്നുകളും ലാബ് ടെസ്റ്റുകളും എല്ലാം സൗജന്യം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ സൗജന്യം ലഭ്യമാണ്. പിന്നെ എന്തിനു പേടിക്കണം? ഇത് ഒരു ദാനമല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ്. കുടുംബം മുഴുവൻ സുരക്ഷിതം, കണ്ണീരിന് വിരാമം. ESIC ഉണ്ടെങ്കിൽ ആരോഗ്യം ഉറപ്പാണ്. ആരോഗ്യം അവകാശം. ചികിത്സ കിട്ടി, അസുഖം മാറി. പക്ഷെ ഡോക്ടർ പറഞ്ഞു 14 ദിവസത്തെ വിശ്രമം വേണമെന്ന്. 14 ദിവസം വീട്ടിൽ കഴിയുന്ന ആര് ചെലവ് തരും? അവധി എടുത്തോളൂ, പക്ഷെ ശമ്പളം തരില്ല. നിങ്ങൾ ഇനി അതോർത്ത് ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിഗ്നസ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് അവരുടെ ശമ്പളത്തിന്റെ 70% വരെയുള്ള തുക അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. പട്ടിണി കിടക്കില്ല. ഇല്ല, ഇനി അതുണ്ടാവില്ല. ESI ഉണ്ട് നിങ്ങളുടെ കൂടെ. ശരീരം തളർന്നാലും വരുമാനം തളരില്ല. TB, ക്യാൻസർ, ക്രോണിക് ഡിസീസ് തുടങ്ങി മാരകമായ ദീർഘകാല രോഗങ്ങൾ കൊണ്ട് മാസങ്ങളോളം ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ? എനിക്ക് ഇങ്ങനെ ഒരു മാരക രോഗമാണ്, ഞാനും എന്റെ കുടുംബവും ഇനി എങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് ESI ഉണ്ടെങ്കിൽ എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, അതായത് വേതനത്തിന്റെ 80% വരെ ദീർഘകാല സാമ്പത്തിക സഹായം, അതും 2 വർഷം വരെ. കൂടാതെ ആ കാലയളവിൽ ചികിത്സയും സൗജന്യം. ദീർഘകാല രോഗം, ദീർഘകാല കരുതൽ. എന്താ പറ്റി? ഞാൻ
പ്രഗ്നന്റ് ആണ്, എനിക്ക് ലീവ് വേണം. ഡെലിവറി കഴിഞ്ഞ് എനിക്ക് എന്റെ കുഞ്ഞിനെ നല്ലപോലെ നോക്കണ്ടേ. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ESI ഉള്ളതാണോ? ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് 26 ആഴ്ച വരെ ശമ്പളത്തോടുകൂടിയുള്ള അവധി ESI നൽകുന്നതാണ്. കൂടാതെ പ്രസവ ചികിത്സയ്ക്കുള്ള സഹായം ലഭിക്കുന്നതാണ്. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണവും ESIC ഉറപ്പു നൽകുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ ഭാവി. അമ്മ ചിരിക്കും, കുഞ്ഞ് ചിരിക്കും, കുടുംബം മുഴുവൻ സന്തോഷം നിറയും. അയ്യോ, ഒരു നിമിഷം, ഒരപകടം. ഇത് ഞങ്ങൾ എന്ത് ചെയ്യും മാഡം? വിഷമിക്കാതെ അയാളെ സ്വസ്ഥമായി ഇരുത്തോ. നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് വെച്ച് സംഭവിച്ച അപകടമായതുകൊണ്ട് നിങ്ങൾക്ക് ഈ അച്ഛനെ മാറുന്നത് വരെ മുഴുവൻ ശമ്പളവും ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ESIയുടെ മുഴുവൻ ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കും. വേഗം താമസിയാതെ എന്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നവരെ ജീവിതം മുഴുവൻ കരുതൽ. മാഡം, നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് വെച്ചൊരു അപകടം പറ്റി അംഗവൈകല്യം ബാധിക്കാം. എന്നെപ്പോലുള്ളവർക്ക് ESI നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണ അംഗവൈകല്യമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ. കൂടാതെ നിങ്ങളുടെ അംഗവൈകല്യത്തിന്റെ തോതനുസരിച്ച് നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. ഗുഡ് മോർണിംഗ് മാഡം. ഞങ്ങളുടെ അയൽപക്കത്തെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുകയുണ്ടായി. അവരുടെ അനാഥമായി. അവർക്ക് ഇനി എന്തെങ്കിലും ആനുകൂല്യം? അവരോട് വിശ്വസിക്കില്ല എന്ന് പറയൂ. അവരുടെ കുടുംബത്തിന് മാസം തോറും പെൻഷൻ ലഭിക്കും. കൂടാതെ കുട്ടികൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളുണ്ട്. പോരെ? വളരെ ഉപകാരം. അവനില്ലെങ്കിലും കുടുംബം ഒറ്റയ്ക്കല്ല. എന്റെ ഫാക്ടറി അടച്ചുപൂട്ടി, എന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ESIC നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് തൊഴിലില്ലായ്മ വേതനം. കൂടാതെ തൊഴിൽ പരിശീലനത്തിലുള്ള സപ്പോർട്ടും നൽകുന്നു. ജോലി പോയാലും ജീവിതം പോകില്ല. ജീവിതം മുഴുവൻ കരുതൽ. IC വലിയ രോഗം, വലിയ ധൈര്യം. തൊഴിലാളിയുടെ കരുത്ത്. രോഗത്തിൽ ആശ്വാസം. ESIC ഭാവിയുടെ ഉറപ്പ്. ESIC ചിന്തകളിൽ നിന്നും മോചനം.